ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബസ്സിലാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. 2 ദിവസം ഊട്ടിക്ക് പോകാനാണ് ഇത്രയധികം പെട്ടികൾ. കാണിക്കൂ, ഇതെവിടെ എന്റെ ചിക്കുനെ കാണാനില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അഞ്ജു ചേച്ചി. അഞ്ജു ചേച്ചിയാണ് ഈ ഒരു ട്രിപ്പിന്റെ കോർഡിനേറ്റർ. നമുക്കൊന്നും അറിയണ്ട, അഞ്ജു ചേച്ചിയുടെ പിന്നാലെ ചുമ്മാ ഇങ്ങനെ പോയാൽ മതി. ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റേ, ടിക്കറ്റ്സ് ഒക്കെ അഞ്ജു ചേച്ചി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ബാഗ്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഇരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ എറണാകുളത്ത് നിന്നായിരുന്നു കേട്ടോ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 2 days ട്രിപ്പായിരുന്നു. ഈ ട്രിപ്പിൽ നമ്മൾ കൂടുതൽ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതല്ല, ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഊട്ടി വ്ളോഗ് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ കുറേ ഡാൻസ് ഒക്കെ കളിച്ച് ഒന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. അവിടത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത്. എനിക്ക് തണുപ്പടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജലദോഷം വരുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലാണ് ഉള്ളത്. ഇവിടെ തന്നെയാണ് നമ്മുടെ 2 days ഫുഡും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് അതാണ് ഒന്നും കൂടി നല്ലതെന്ന് തോന്നി. ഇനി അപ്പോൾ നമ്മൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല മഞ്ഞും കുറേ വീടുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ ചേട്ടാ കഴിക്ക് അങ്ങോട്ട്. ടേസ്റ്റ് ഉണ്ടോ? നീർജയ്ക്ക് ഇഷ്ടയോ? എങ്ങനെയുണ്ട് ഗൗതു? ഓക്കെ. അങ്ങനെ എൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി ഇനി ഞങ്ങള് കറങ്ങാൻ പോവാണ്. ഹലോ. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് എന്തൊക്കെ റീൽസ് എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് എല്ലാവരും. ഞങ്ങളെല്ലാരും റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാരും പോവുകയാണ്. അമ്മേ ഒരു ഹായ് പറയൂ. അയ്യോ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഊട്ടി ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോണൂർ ടു ഉദഗാമണ്ഡലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ആരുടെ സീറ്റ് അത്? അമ്മയുടെ സീറ്റോ? എന്താണോ?
പൂരമെനിക്കൊന്ന് കാണണം പൂരമെനിക്കൊന്ന് കാണണം കാന്ത കരിമിഴി കുരുവിയെ കണ്ടീരാനും ചിരിമണി ചില പോലെ കേട്ടീരാനോടൊന്നും പൂരം കണ്ടില്ല മായ കൈകൊട്ടും സൗണ്ട് പോയാ കാട്ടുപൂവിൽ തന്നിൽ തേരാറേ ഓ പാട്ടുമൂളും മൈനപ്പെണ്ണാനേ കറുകറുത്തൊരു പെണ്ണാൻ. അങ്ങനെ അന്താക്ഷരി ഗെയിം ഒന്ന് സൈഡ് ആയപ്പോഴേക്കും നമ്മുടെ ഊട്ടി ട്രിപ്പിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വേറെ ഏതോ വിദേശ രാജ്യത്ത് എത്തിയ ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം ഫുൾ ഒരു മൂടൽമഞ്ഞും ആ ഒരു മഞ്ഞത്ത് ഒരു പഴയ ബ്രിട്ടീഷ് കാല സ്റ്റൈലിലുള്ള ചുവപ്പും മഞ്ഞയും തരത്തിലുള്ള ബിൽഡിങ്സൊക്കെ ആയിട്ട് ഒരു വിൻറ്റേജ് ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റേഷൻ മുഴുവൻ ഒരു ഹെറിറ്റേജ് ആർക്കിടെക്ചർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് സംരക്ഷിച്ച മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആവാം കുറേ സിനിമ ലൊക്കേഷനൊക്കെ ആയിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴും കുറേ പേര് പ്രീ വെഡിങ്ങും ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പോണ ടൈമിലൊക്കെ കുറേ പേര് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ലോകപ്രസിദ്ധമായിട്ടുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ഒരു ഭാഗമാണ്. കൂടാതെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന ബഹുമതിയും ഈ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ട്രെയിനിലൊക്കെ കയറിയിട്ടോ. അങ്ങനെ ട്രെയിൻ പതിയെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്ന് കൂണൂർ ടു ഉദഗാമണ്ഡലം വരെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ബ്രിട്ടീഷ് കാലത്ത് അതായത് 1908 ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ പഴയ ട്രെയിൻ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതിന്റെ സീറ്റുകൾ തമ്മിലൊക്കെ ഭയങ്കര ഗ്യാപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഈ കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ 1.5 മണിക്കൂർ യാത്രയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതിലിരിക്കാൻ വേണ്ടിയിട്ട്. വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങിയ ചിക്കു ഉറങ്ങുന്നു. എന്തിനാണ് ഇത് ഉറങ്ങണ മനസ്സിലായില്ല. ഒരു വ്യൂ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സീറ്റുകൾ തമ്മിൽ ഒട്ടും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കാല് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സൈഡ് ചെരിഞ്ഞിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കുവിന് പുറത്തത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് ചിക്കു ആണെങ്കിൽ ഊട്ടിക്ക് പോകുന്ന അന്നായിരുന്നു ശബരിമലയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ട്രെയിൻ യാത്ര ചിക്കുവിന് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിക്കു ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ ട്രെയിനിൽ. അങ്ങനെ പച്ചപ്പും ഹരിതാപവും നിറഞ്ഞൊരു റെയിൽവേ എക്സ്പീരിയൻസിന് ശേഷം ഞങ്ങളിപ്പോൾ ഉദഗാമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ റൂമിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാം. കുഞ്ഞിക്കുഞ്ഞല്ലേ മറ്റേ അയാള് വരില്ലേ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുള്ളത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പാർക്കിങ്ങിലാണ്. ഇനി നമ്മൾ നടന്നിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകും. അങ്ങനെ പോകുന്ന വഴി നമ്മൾ കാണുന്നതെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തണുപ്പും കൂടി വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ.
ചിക്കുന്റെ ഫ്രണ്ടാ, മാമിന്റെ ഫ്രണ്ടാ, ഒക്കെ ഫ്രണ്ടാ എനിക്ക്. മമ്മിയുടെ ഫ്രണ്ടാണോ? മമ്മിന്റെ ഫ്രണ്ട് മമ്മി വീട്ടിൽ പോയില്ലേ? അപ്പൊ മമ്മി വീട്ടിൽ പോയി വീടിന്റെ. മാമിന് ഇഷ്ടല്ലേ വീടിന്റെ? അപ്പൊ ചിക്കുന് ഇഷ്ടല്ലേ? ഇഷ്ടാണല്ലോ. എനിക്ക് ആരും ഇഷ്ടാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടൈം വരുന്നത് 7 മണി തൊട്ടിട്ട് ഈവനിങ് 6:30 വരെയാണ് കേട്ടോ. അപ്പോൾ 5 വെച്ച് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കി എല്ലാവരും സോവനീഴ്സും ടോയ്സും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ സോവനീഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ സോവനീഴ്സ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് കിടന്നു. നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീൽ തോന്നും കേട്ടോ. ഫുൾ പൂക്കളും ഗ്രീനറീസൊക്കെ ആയിട്ട്. 1848 കേട്ടോ ഈ ഒരു ഗാർഡൻ സ്ഥാപിച്ചിട്ടുള്ളത്. ഊട്ടിയിലെ തന്നെ പഴയ അട്രാക്ഷനുകളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ. ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ടോട്ടൽ 55 ഏക്കറിലാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായി കാണണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അമ്മമാരൊക്കെ പൂക്കളും ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നടന്നു. ഞങ്ങൾ റീൽസ് എടുക്കാനുള്ള പ്രാക്ടീസിലാണ്. കറക്റ്റ് ഞങ്ങൾ റീൽസ് എടുക്കാൻ തുടങ്ങിയതും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ടോ. പോകുന്ന വഴിക്ക് കോണൊക്കെ കഴിച്ചു. നേരെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. ഇന്ന് നൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ. ഈ കുട്ടിത്തേവാങ്ങനെ പോലെ ഇരിക്കണ എന്നെ മാത്രം കാത്തിരിക്കാൻ പറ്റിയുള്ളൂ. ചിക്കു നല്ല ഫോട്ടോ. ക്യാമ്പ് ഫയർ സമയത്ത് ചെറുതായിട്ട് മഴ ചാറിയ കാരണം എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ ഡിന്നർ കഴിച്ച് റൂമിൽ എത്തിട്ടോ. റൂമിൽ നിന്നുള്ള നൈറ്റ് വ്യൂ ഇതായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ സംസാരിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോയി. നല്ല സുഖമായിട്ട് ഉറങ്ങിയോ വേദു? സുഖമായിട്ട് ഉറങ്ങിയോ? ഇവർ രണ്ടുപേരായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്യൂ. ഞാൻ ഭയങ്കര മടിയായിട്ട് കിടക്കായിരുന്നു കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ പി വിളിച്ചു വന്നത്. അങ്ങനെ ഞാൻ എണീറ്റു കേട്ടോ.
എണീറ്റപ്പേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈം ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ അതാ മുറ്റത്തൊരു വെള്ള കുതിര, നല്ല ബ്ലൂ ഐസൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുതിരയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും കുതിരപ്പുറത്ത് കയറാൻ മോഹം തോന്നി, ഓരോരുത്തരായിട്ട് കയറാൻ പോവാണ്. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് മൃഗങ്ങളെ തൊടാനൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വിട്ടു പോവാതെ ഈ കമ്പി പോലാ ഇങ്ങനെ പറയൂ. കുതിരപ്പുറത്ത് 2 കഴുതകൾ. ഹോയ് 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 ഹോയ്. കാത്തു അങ്ങനെ ഞാനും ചിക്കും കറങ്ങാൻ പോകാൻ വേണ്ടി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഊട്ടി ലേക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഊട്ടി ലേക്കിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ നല്ല കൂൾ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പോണ വഴിക്ക് കുറേ കുതിരകളേനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോണത് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലവ് കൊടുക്കാൻ മാമി കാണട്ടെ, ക്യാമറയുടെ ഉള്ളിലേക്ക് കയറി വരില്ലേ അവിടേക്ക്. ഓക്കെ ഓക്കെ, ലവ് ആണോ? ഓക്കെ ഓക്കെ. ടിക്കറ്റ് കൗണ്ടർ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു, ഞങ്ങൾ അകത്ത് കിടന്നു കുറേ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയി കേട്ടോ. നമ്മൾ സ്പീഡ് ബോട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ബോട്ടിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ചേച്ചി അങ്ങനെ നല്ലൊരു അടിപൊളി ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ സ്ട്രോബെറി വെച്ച് ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഞങ്ങൾ അതും കൂടി മേടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? എനിക്കൊരു കടി വേണം. ഇഷ്ടായോ? അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോണ വഴി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു.
റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ആരും മെനു കാർഡൊന്നും നോക്കാൻ നിന്നില്ല. വേഗം ബിരിയാണി മേടിച്ച് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ബസ്സിൽ കയറി വീണ്ടും നമ്മുടെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചെക്കന്മാര് ബോയ്സ് പാടും. ഷൂക്കട ചിക്കുട്ടി ഗേൾസ് പാടും. അതിന് നേരത്തെ പാടുന്നത് കേട്ടതു പാട്ടല്ല ഒന്നാമത്തെ തോണിയിലേറി കിളി വന്നിറങ്ങുമ്പോൾ കന്നിടാം ഒരു പൊന്നോറ. വേറെ പാട്ട് മിന്നടി മിന്നടി മിന്നവിലങ്ങേ മിന്നും നക്ഷത്ര പൊന്നേ മിന്നടി 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 കൂരിന് കാട്ടില് കണ്ണേ മുന്തിരിച്ചേനുള്ള പെണ്ണേ കവിളോരത്ത് മുത്തമായ കവിളോരത്ത് ഒരിക്കലും തിരിയില്ല ഒരിക്കലും തിരിയില്ല നമ്മൾ. മിന്നലഴകി എന്റെ മഴകേ നിലാമഴയിൽ മറയും മഴകേ മെല്ലെ മെല്ലെ നീ മെല്ലെ മെല്ലെ നീ മെല്ലെ നീ വന്നണയാമോ. വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താ കിട്ടിയാർന്നോ മാ വെച്ചിട്ട് കടമഴിയിൽ അത് മായാണോ? വന്തി താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ
മരത്തിൽ കീഴത്തനയിലത്തോടിക്കണി കൊണ്ടപാടി കാലം തമ്മളം പഞ്ചസാര തളരണ പൊന്നെ മഞ്ചി വന്ന തൊട്ട പോലെ മഞ്ചി വന്ന പെണ്ണെ മഞ്ചി വന്ന പെണ്ണെ മഞ്ച വന്ന തൊട്ട പോലെ മഞ്ചി വന്ന പെണ്ണെ മഞ്ചി വന്ന പെണ്ണെ ഞാനും ഇത്ര തൃപ്പടിക്കൽ 10 പച്ചത്തത്ത ഒത്ത് എത്ത് കിടന്നു. തൃപ്പടിക്കൽ പച്ച തത്ത ചത്ത് കിടന്നു. 10 പച്ച തത്ത് കിടന്നു. ഓക്കെ, തൃപ്പടിക്കൽ പച്ച തത്ത ചത്ത് കിടന്നു. ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ഒരു ലോഡ്. ആന അലറലോടലറൽ, അലറലോടലറൽ. തന്നോട് പാട്ട് പാടല്ലോ പറഞ്ഞത്. ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ. വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി. അമ്മയുടെ പാട്ടിന്റെ ഒരു ആളുകളാണ്. വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, 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 വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി. വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്നു കയറി വണ്ടി കയറി, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി വണ്ടി കയറി വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി. ഇനി അഞ്ചു നമ്മുടെ ഈ ഇതിന്റെ പരിപാടിയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള വണ്ടി കയറി വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്നു കയറി വണ്ടി കുന്ന് കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്ന് കയറി കുന്നു വണ്ടി കയറി, വണ്ടി കുന്ന് കയറി കുന്നു വണ്ടി കയറി. അങ്ങനെ അടുത്ത റെഡ് ബൾ ബ്ലൂ ബൾ, റെഡ് ബൾ മെഹബൂബ് പാട്ട് പാടാൻ പറഞ്ഞത് ഈ കാര്യം പറയാനുള്ള റെഡ് ബൾ ബ്ലൂ ബൾ, റെഡ് ബൾ ബ്ലൂ ബൾ. ടീച്ചറാട്ടോ. റെഡ് ബൾ ബ്ലൂ ബൾ, റെഡ് ബൾ. എടാ നിനക്ക് ഞാൻ നല്ലത് പറഞ്ഞു, രാവിലെ എനിക്ക് പല്ല് കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നീ എടുക്കണം. അത് തീർച്ചയായിട്ടും ചേട്ടൻ വളർത്തിയതാണ് അടിപൊളി. റെഡ് ബൾ ബ്ലൂ ബൾ, റെഡ് ബൾ ബ്ലൂ ബൾ, റെഡ് ബൾ ബ്ലൂ ബൾ. ചേച്ചിയുടെ അക്ഷരം വാ. അച്ഛന്റെ പേര് വേലായുധൻ. അമ്മയുടെ പേര് വത്സല. എവിടുന്ന് വരുന്നു? വർക്കര. ഇഷ്ടപ്പെട്ട ഫുഡ്? വട. ഇഷ്ടപ്പെട്ട ആള്? വേലായുധൻ. ഇതാരാ എന്റെ ചിക്കുവാണ്. അല്ല എന്റെ. ആ അങ്ങനെ കുറേ നേരത്തെ ഗെയിംസിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരഞ്ഞ് കിട്ടിയതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി.
അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പിന് ശേഷം ഞങ്ങളൊരു പുലർച്ചെ 2:30-3 മണിയൊക്കെ ആയപ്പോഴേക്കും എറണാകുളത്തുള്ള വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഊട്ടി ട്രിപ്പ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.